നിങ്ങൾ എന്തെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ലഹരിയൊക്കെ ഉപയോഗിച്ച് തലയൊക്കെ തിരിഞ്ഞ് സ്വബോധം പോലും ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? തമാശിക്കുന്നതല്ല കേട്ടോ. ഞാനൊരു മാനസികാരോഗ്യ പ്രവർത്തകയാണ്, അഡിക്ഷൻ കൗൺസിലറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ ഇതുപോലുള്ള ഒരുപാട് മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും അപ്പുറത്തേക്ക് ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഇങ്ങനത്തെ, അതായത് ലഹരിയൊക്കെ ഉപയോഗിച്ചു അതിൽ നിന്നും മാറാൻ വേണ്ടി വരുന്ന, അതിൽ ഒരു 10% ഉണ്ടാവുള്ളൂ മീൻസ് സ്വമേധയായിട്ട് വരുന്ന ആൾക്കാർ. അതിലൊരു 90% വീട്ടുകാർ കൊണ്ടുവരുന്നതോ പോലീസിൽ നിന്നും വരുന്നതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. അവർക്ക് അപ്പോഴും തീരെ മോട്ടിവേറ്റഡ് ആയിരിക്കാറില്ല, അല്ലെങ്കിൽ വൈ ഞാൻ എന്തിനാണ് നിർത്തേണ്ട ആവശ്യം എന്നുള്ള ആൾക്കാരാണ്. തെറ്റു പറയുന്നില്ല, അതാണല്ലോ ഈ ലഹരികൾ നമ്മുടെ മനസ്സിന് ചെയ്യുന്നത്. അതായത് നമ്മുടെ തലച്ചോറിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തൊക്കെ തന്നെയാണ്. അതിനൊരു വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. വളരെ നല്ലൊരു സിനിമ, വളരെ ഹൈപ്പിൽ ഇപ്പം നമ്മുടെ ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ ഈ പറഞ്ഞ രീതിയിൽ ലഹരിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട്. അതിൽ ചില സീൻസുകൾ കാണിച്ചപ്പോൾ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരു 3/4 ആൾക്കാരുടെയും ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്, അവർ ഇതിനോട് പ്രതികരിച്ചിരുന്നതും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ചിരിക്കലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ചിന്തിച്ചു, എങ്ങോട്ടാണ് നമ്മുടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ബിക്കോസ് ഈ കാണുന്ന എൻജോയ്മെൻറ്റും എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ആ ഒരു ആഷ് ബോഷ് സാധനമല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ലഹരികൾ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിതിൽ യോജിച്ചൊന്നും വരില്ല. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ എനിക്കറിയില്ല ഇത് എത്ര പേരിലേക്ക് എത്തും അല്ലെങ്കിൽ ആരൊക്കെ കാണും എന്നുള്ളത്. ചിലപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംസാരിക്കുന്നതിനെ പുച്ഛിച്ച് വിടുന്ന ആൾക്കാരുണ്ടാവും. ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് അതുപോലെ തന്നെ ഇതിനോട് മൊത്തത്തിൽ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, അതും കുഴപ്പമില്ല. പക്ഷേ ഒരു സൈക്കാട്രിക് ഫീൽഡിൽ നിന്നുകൊണ്ട്, ഒരു മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ നിന്നുകൊണ്ട് ഒരു ഡി അഡിക്ഷൻ ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇനിയെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മനസ്സാക്ഷിയോട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ ഞാൻ അർഹതപ്പെടുന്നില്ല എന്ന് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്.